അതെ കുമാര, അങ്ങേക്ക് പ്രിയപ്പെട്ടവൾ. കാമിനി, എന്തൊക്കെയാ നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങയുടെ മനസ്സിൽ തെളിഞ്ഞു വരാറുള്ള ആ സ്വപ്നസുന്ദരിയല്ലേ ഞാൻ? കാമിനി, നീ? അതെ, കാമിനി ഞാനല്ലേ. ഇടയ്ക്കിടെ കുമാരന്റെ മനസ്സിൽ തെളിഞ്ഞു വരാറുള്ള ആ സ്വപ്നസുന്ദരി. കുമാരൻ മഹേന്ദ്രപുരിയിലെ പട്ടമഹിഷിയാക്കാൻ നിശ്ചയിച്ച സുന്ദര തരുണി ഞാനല്ലേ കുമാര? എന്റെ മനസ്സിൽ ഇടയ്ക്കിടെ ഒരു സുന്ദരി രൂപം തെളിയാറുണ്ടെന്നൊക്കെ ആര് പറഞ്ഞു? അതൊക്കെ ഈ ഉള്ളവൾ അറിഞ്ഞു. അരമന രഹസ്യം അങ്ങാടിപ്പാട്ടെന്നല്ലേ കുമാര? എന്തായാലും കുമാരന്റെ പിറകെ പ്രേതം പോലെ കൂടിയിരുന്ന മന്ത്രികുമാരനില്ലാത്ത ഒരു സന്ദർഭം ഒത്തുകിട്ടിയല്ലോ. ആശ്വാസം. ഇനി നമുക്ക് ഹൃദയം തുറന്ന് സംസാരിക്കാം. സത്യം പറ കുമാര, അങ്ങയുടെ മനസ്സിൽ ഇടയ്ക്കിടെ ഒരു സുന്ദരിയുടെ രൂപം തെളിഞ്ഞു വരാറുണ്ടല്ലേ? അതുപോലെ ഓർമ്മ വെച്ച കാലം മുതൽ ഈ ഉള്ളവളുടെ മനസ്സിലും അതിമനോജ്ഞനായ ഒരു യുവാവിന്റെ രൂപം തെളിഞ്ഞു വരാറുണ്ട്. ഇപ്പോഴും അതെന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ആ രൂപം അങ്ങയുടെ രൂപമാണെന്ന് ധരിച്ചാലും. അതെ കുമാര, അങ്ങയുടെ രൂപം തന്നെ. നിർത്ത്. എന്റെയും എന്റെ പിതാവിന്റെയും ഗുരുപുത്രിയാണ് കാമിനി. മഹേന്ദ്രപുരിയിലെ രാജകുടുംബത്തിന് ഗുരുപത്നിയെ മാതാവായും ഗുരുപുത്രിയെ സഹോദരിയായും കണ്ട പാരമ്പര്യമാണ് ഉള്ളത്. ഗുരുപുത്രിയായ കാമിനിയെ ഞാൻ എന്നും സഹോദരിയായി മാത്രമേ കണ്ടിട്ടുള്ളൂ. തുടർന്നും സഹോദരന്റെ കണ്ണുകൊണ്ടേ കാണാനും കഴിയൂ. കാമിനിയിലുണ്ടായ അധമ വികാരം മനസ്സിൽ നിന്ന് മാറ്റുക. നോക്കൂ കുമാര, എനിക്കുണ്ടായത് അവിവേകമല്ല. കുമാരനെ പോലെ അതിസുന്ദരനായ ഒരു യുവാവിനോട് എന്നെപ്പോലെ കുലീനയായ ഒരു യുവതിക്ക് തോന്നാവുന്ന സ്വാഭാവികമായ മാനുഷിക വികാരമാണത്. കുമാരൻ എന്നെ ഉപേക്ഷിച്ചാൽ പിന്നെ ഈ ഉള്ളവൾക്ക് മറ്റൊരു മാംഗല്യമില്ല. നിരാശയുടെ പടുകുഴിയിൽ നരകയാതന അനുഭവിക്കാൻ ഗുരുപുത്രിയെ തള്ളിയിട്ടാൽ ആ മഹാപാപം രാജകുടുംബത്തിന് താങ്ങാനാകുമോ കുമാര? രാജഗുരുവിന്റെയും ഗുരുപുത്രിയുടെയും ശാപം പോലെയുള്ള ഇടുത്തി കൊട്ടാരത്തിൽ പതിക്കാൻ പാടുണ്ടോ കുമാര? നിർത്തുക. ഗുരുഭക്തി മൂലം ഗുരുപുത്രിയുടെ നീചവികാരത്തെ ത്യജിച്ചാൽ അത് മഹാപുണ്യമാണ്, രാജകുടുംബത്തിന്റെ മഹത്വമാണ്, ശ്രേഷ്ഠതയാണ്. ഞാൻ ഒരിക്കലും നിന്റെ പത്നിയെ സ്വീകരിക്കില്ല. കടന്നു പൊയ്ക്കൊള്ളുക. അങ്ങനെ പറയരുത്, ഒരിക്കലും അങ്ങനെ പറയരുത്. അങ്ങേ മറക്കാൻ എന്നെ കൊണ്ടാവില്ല. മറക്കണം, മറന്നേ തീരൂ. ഇല്ല, മറക്കാൻ എനിക്കാവില്ല. എനിക്ക് കുമാരനെ വേണം. ഇല്ല, ഈ ജന്മം അത് സാധ്യമല്ല. സാധ്യമാവണം. അരുത്. ഗുരുപുത്രിക്ക് കുലടയുടെ സംസ്കാരമോ? വേദശാസ്ത്ര പാണ്ഡിത്യത്തിന്റെ പാരമ്പതിയിൽ നിൽക്കുന്ന രാജഗുരുവിന്റെ രക്തത്തിൽ പിറന്നത് ശൂർപ്പണകയോ? നിന്നെ എനിക്ക് വെറുപ്പാണ്, അറപ്പാണ്. മേലിൽ എന്നെ സമീപിച്ചു പോകരുത്. എന്താ ശരിക്കും സംഭവിച്ചത്? ഗുരുപുത്രിയായി എന്നെ രാജകുമാരൻ ശരിക്കും അധിക്ഷേപിച്ചു. നിഷ്കരണം തള്ളിയെറിഞ്ഞു. കളങ്കം ലേശമില്ലാത്ത എന്റെ പ്രണയാർദ്ര വികാരത്തെ കുലടയുടെ സംസ്കാരമെന്ന് ആക്ഷേപിച്ചു. ശൂർപ്പണകയെന്ന് കളിയാക്കി വിളിച്ചു. ഈ അപമാനം സഹിക്കാവുന്നതിനും അപ്പുറമാണ് ഇന്ദ്രജി. മഹേന്ദ്രപുരിയിലെ രാജകുമാരൻ രാജഗുരുവിന്റെ മകളുടെ മനസ്സിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചിരിക്കുന്നു. കുമാരിയുടെ പ്രണയാഭ്യർത്ഥന ചിലപ്പോൾ രാജകുമാരൻ നിരസിക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ ഇത്രയ്ക്ക് അറപ്പും വെറുപ്പും തോന്നുന്ന രീതിയിൽ കുമാരൻ പ്രതികരിക്കുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. കഷ്ടം. രാജകുമാരൻ കുമാരിയെ ശാരീരികമായി നശിപ്പിച്ചില്ല, പക്ഷെ അതിനേക്കാൾ കഠോരമായി മനസ്സിനെ പീഡിപ്പിച്ചിരിക്കുന്നു. ഈ അവസ്ഥയോർത്ത് ഞാൻ ദുഃഖിക്കുന്നു, സഹതപിക്കുന്നു കുമാരി. എന്താ? ഗുരുപുത്രി ഇടനെഞ്ചു പൊട്ടി വിലപിക്കുന്നു, തോഴി ദുഃഖിക്കുന്നു, സഹതപിക്കുന്നു.
അതിന് തക്കവണ്ണം എന്തു ദുരന്തമാണ് സംഭവിച്ചത്? ഉപസേനാധിപ, യൗവനയുക്തിയായ ഗുരുപുത്രിക്ക് പ്രണയം പാടില്ലെന്നുണ്ടോ? പ്രണയം തോന്നിയത് രാജകുമാരനോടായാൽ അത് തുറന്നു പറയാൻ പാടില്ലെന്ന നിയമമുണ്ടോ ഈ ദേശത്ത്? ഇല്ല. യൗവനയുക്തയായ പെൺകുട്ടിക്ക് പ്രണയം അങ്കുരിക്കുന്നത് സ്വാഭാവികം മാത്രം. പെൺകുട്ടി ഉയർന്ന നിലയിലുള്ള ഗുരുപുത്രിയാണെങ്കിൽ പ്രണയം രാജകുമാരനോടാകുന്നതും സ്വാഭാവികം. അത് തുറന്നു പറയാൻ പാടില്ലെന്ന് ഒരു നിയമവും അനുശാസിക്കുന്നില്ല കുമാരി. പ്രണയം തുറന്നു പറഞ്ഞ ഗുരുപുത്രിയെ രാജകുമാരൻ അപമാനിച്ചിരിക്കുന്നു, കൊലടയെന്ന് ആക്ഷേപിച്ചിരിക്കുന്നു, ശൂർപ്പണകയെന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരിക്കുന്നു. ഇത് ന്യായമാണോ? നീതിയാണോ? മനുഷ്യത്വമാണോ ഉപസേനാധിപ? അങ്ങനെ പറഞ്ഞാൽ എന്താ ഉപസേനാധിപനായ താങ്കൾ രാജകുമാരനെ രക്ഷിക്കാൻ വേണ്ട നിയമത്തിന്റെ പഴുതുകളെ കുറിച്ചാണോ ആലോചിക്കുന്നത്? അല്ല കുമാരി, രാജകുമാരൻ ചെയ്ത തെറ്റിന്റെ കാഠിന്യത്തെക്കുറിച്ചാണ് ഞാൻ ആലോചിച്ചത്. പ്രണയാഭ്യർത്ഥന നിരസിക്കപ്പെട്ട് കനത്ത മുറിവ് ഹൃദയത്തിലും ലക്ഷ്മണൻ ഏൽപ്പിച്ച മുറിവിന്റെ ചോരപ്പാട് ദേഹത്തിലുമേറ്റി നടന്ന രാക്ഷസ ജന്മമായ ശൂർപ്പണഖയോട് ഗുരുപുത്രിയെ ഉപമിച്ചത് മഹാ അപരാധം തന്നെയാണ്. സമ്മതിക്കുന്നല്ലോ. പ്രതി ഈ രാജ്യത്തെ രാജകുമാരനായതുകൊണ്ട് എനിക്ക് നീതി കിട്ടാൻ പോകുന്നില്ല. കൊടിയ അപമാനത്തിന് ശമനം ഉണ്ടാവാനും പോകുന്നില്ല. എങ്ങനെ എനിക്ക് നീതി ലഭിച്ചേ പറ്റുള്ളൂ സേനാധിപ. അതിനുള്ള മാർഗം ഉപദേശിച്ചാലും. എന്താ മൗനിയായിരിക്കുന്നത്? മാർഗം ഉപദേശിച്ചാൽ അനുസരിക്കുമോ? യുക്തമെന്ന് തോന്നിയാൽ തീർച്ചയായും. കുമാരി പ്രണയം അഭ്യർത്ഥിച്ചതും കുമാരൻ അത് നിരസിച്ചതും എവിടെ വെച്ചായിരുന്നു? തീർത്തും വിജനമായ കുന്നിൻ നെറുകയിൽ വെച്ച്. ആട്ടെ, രാജകുമാരൻ കുമാരിയെ അപമാനിക്കെങ്ങാനും? ഇല്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ സംഭവിച്ചിട്ടുണ്ട്. വിജനമായ പ്രദേശത്ത് കുമാരി ഒറ്റയ്ക്ക് എന്തോ കാര്യവുമായി പോയപ്പോൾ രാജകുമാരൻ പൊടുന്നനെ ചാടി വീണ് കുമാരിയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ചാരിത്രം നശിപ്പിച്ചു. അങ്ങനെ സ്ഥാപിക്കുക. കുമാരിയുടെ പിതാവായ രാജഗുരു സമക്ഷം അങ്ങനെ ഒരു ആവലാതി ബോധിപ്പിക്കുക. ഭവതിക്കുണ്ടായ പ്രണയനൈരാശ്യവും മാറിക്കിട്ടും, നീതിയും ലഭിക്കും. ഇന്ദ്രജെ, ഉപസേനാധിപന്റെ ഉപദേശത്തെക്കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? വ്യാജമായ ആവലാതി ബോധിപ്പിച്ച് രാജകുമാരന് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ തക്കവണ്ണം പകയോ വൈരാഗ്യമോ കുമാരിയുടെ മനസ്സിലുണ്ടോ? ഉണ്ട്. ഗുരുപുത്രിയും സുന്ദരിയുമായ കാമിനിയെ അവഹേളിച്ചാൽ കയ്പ് നീരേറെ കുടിക്കേണ്ടി വരുമെന്ന് രാജകുമാരന് ബോധ്യപ്പെട്ടിരിക്കണം. എങ്കിൽ പിന്നെ ആലോചിക്കാനൊന്നുമില്ല. രാജഗുരു സമക്ഷം ആവലാതി ബോധിപ്പിക്കാം. വരൂ കുമാരി. തന്റെ ഒടുങ്ങാത്ത പകയ്ക്കും വൈരാഗ്യത്തിനും പാത്രീഭൂതനായ മദന കാമരാജനെ കഴുമരത്തിലേറ്റാനുള്ള വിദഗ്ധോപദേശം നൽകിയ ഈ വീരമല്ലൻ ഇതിനകം കാമിനിയുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടാകും. ഓർമ്മ വച്ച കാലം മുതൽ ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന പ്രേമഭാജനമാണ് കാമിനി. രാജകുമാരന്റെ കഥ കഴിഞ്ഞാൽ മറ്റൊന്നും ആലോചിക്കാതെ അവൾ ഈ വീരമല്ലനെ വരനായി സ്വീകരിച്ചിരിക്കും. രാജകുമാരൻ തീരുന്നതോടെ രാജ്യത്തിന് അനന്തരാവകാശി ഇല്ലാതാകുമല്ലോ. രാജഗുരുവിന്റെ പുത്രി ഭർത്താവിന് രാജഗുരുവിനെ സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ ഭാവിയിൽ ഈ ഉപസേനാധിപൻ ആരാ? മഹേന്ദ്രപുരിയിലെ രാജാവ്. രാജാവിന്റെ സ്ഥാനം ഇഷ്ടപ്പെട്ട സുന്ദരിയുടെ ഭർത്താവിന്റെ സ്ഥാനവും. ഒരസ്ത്രത്തിന് 2 പക്ഷിയാ.